ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏദൻ ടി വിയുടെ ശാബ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമുക്കറിയാം ഈ ക്വാർട്ടറിലുടനീളം നമ്മൾ വൻ വിവാദം എന്ന വലിയ വിഷയത്തെ ആധാരമാക്കിയാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 8 ആഴ്ചകളിലായി ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അന്ത്യകാല സഭ നേരിടുന്ന വെല്ലുവിളികളെ, വിശ്വാസ സമൂഹത്തിന് പിശാചിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ശക്തമായ എതിർപ്പുകളെ, അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെ നിലനിൽക്കാം എന്നതുമായി ബന്ധപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള സത്യങ്ങൾ, മർമ്മങ്ങൾ നമുക്ക് പഠിക്കുവാനുള്ളതായ ഭാഗ്യം കിട്ടി. ഇന്ന് നമ്മൾ 9ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, വൻ വിവാദം അഡ്വെന്റിസ്റ്റ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലോകത്തോട് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങൾ എഴുന്നള്ളുന്ന ആ അന്ത്യനാളിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തോട്, ചുറ്റുപാടുമുള്ള ഇതര വിശ്വാസ സമൂഹത്തോട്, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവരോട്, അങ്ങനെ വിശ്വാസികളും അവിശ്വാസികളും അന്ധവിശ്വാസികളുമായ സകല മനുഷ്യരോടും, സകല ജാതികളോടും, സകല വംശങ്ങളോടും, സകല ഗോത്രങ്ങളോടും, സകല ഭാഷകളോടും നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന 3 മാലാഖമാരുടെ ദൂത് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ വളരെ സുപ്രധാനമായവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്വാർട്ടറിലെ പാഠങ്ങളിലും അത് സവിസ്തരം നമ്മൾ വളരെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഭ അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം സഭ അത് മനസ്സിലാക്കുമ്പോഴാണ് സഭയ്ക്ക് അത് മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ, നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, അവരോടൊക്കെ നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് പറയേണ്ടുന്ന സമയം കൂടിയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും ഒക്കെ കലഹിക്കുകയും, വംശങ്ങൾ കലഹിക്കുകയും, ഭാഷക്കാർ കലഹിക്കുകയും, ഒരേ രക്തബന്ധങ്ങൾ പോലും പരസ്പരം കലഹിക്കുകയും രക്തച്ചൊരിച്ചിൽ നടത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഭൂമി പൊടുപടെ പൊട്ടുകയും കിറുകിറെ കീറുകയും മത്തനെ പോലെ ചാഞ്ചാടുകയും ചെയ്തുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എത്രയും പെട്ടെന്ന് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഈ മഹത്തായ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുക, എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പരമമായ ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്നത്തെ പാഠത്തിനെ നമുക്ക് പഠിക്കാം. നാം വൻവിവാദം എന്ന ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്ന പാഠങ്ങളിൽ ഇന്ന് 9ാമത്തെ പാഠമാണ് ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനം. ദൈവം ഒരു അധികാര കേന്ദ്രമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ്, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാന മർമ്മം എപ്പോഴും നിലനിൽക്കുന്നത് സ്വർഗത്തെ ആശ്രയിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധനായ യഹോവ ത്രിയേക ദൈവത്തിനെ ആശ്രയിച്ചാണ് ദൈവിക ഗവൺമെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം നിലനിൽക്കുന്നത്. പക്ഷേ ആ അടിസ്ഥാനത്തിൽ പാകിയിരിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിനെ തകർക്കാനാണ് പ്രതിയോഗിയായ പിശാച് ശ്രമിക്കുന്നത്. ഇന്നത്തെ മനപാഠവാക്യം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ് ഇന്നത്തെ മനപാഠവാക്യമായി നമുക്ക് തന്നിട്ടുള്ളത്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടപ്പുറത്തെ മണലിന്മേൽ നിന്നു.
ഈ വാക്യം നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, പലവരും ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ഓരോരുത്തരും വിശ്വാസ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്കൊരു പിതാവുണ്ട്, അബ്രഹാം. അബ്രഹാമിൻ്റെ സന്തതികളായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെയാണ് ഇവിടുത്തെ കടൽപ്പുറത്തെ മണൽത്തരികൾ എന്ന് ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതിയെ ഞാൻ കടൽ തീരത്തെ മണൽത്തരി പോലെ ആക്കും എന്നുള്ളത്. ആ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ ഒരു സഹിഷ്ണുതയെ, കൂട്ടായ്മയെ ആചരിക്കുന്ന ദൈവജനത്തോടാണ് മഹാസർപ്പം കോപിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായുള്ളവരോട് അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഈ ശേഷിപ്പ് എന്ന പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥത്തെ ആധാരമാക്കിയാണ് ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഈ പാഠം നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നിരിക്കുന്ന ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്, തീവ്രമായ വേദപുസ്തക പഠനത്തിലൂടെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ നിയമത്തിൻ്റെ പ്രാധാന്യം അഡ്വന്റിസ്റ്റുകാർ മനസ്സിലാക്കി എന്ന. ദൈവകൽപ്പനയുടെ ഹൃദയാന്തർഭാഗത്തേക്ക് നോക്കിയപ്പോൾ നാലാമത്തെ കൽപ്പനയായ ശബത്തിൻ്റെ പ്രാധാന്യവും അതനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർ കണ്ടെത്തി. വാസ്തവത്തിൽ ഈ കൽപ്പന ദൈവത്തെ അനുസരിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി നാം കാണണം എന്നാണ് മാർക്ക് ഫിൻലെ നമ്മോട് പറയുന്നത്. ഇതിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീവ്രമായ പരീക്ഷണങ്ങളും അവർക്ക് ഒരുപാട് വെല്ലുവിളികളും അവർക്ക് വൻ പോരാട്ടവും നടത്തേണ്ടി വരും. കാരണം അവർ സൃഷ്ടികർത്താവിനെ വചനത്തിലും സത്യത്തിലും ആത്മാവിലും അവർ വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തെ നമസ്കരിക്കുകയും സത്യനമസ്കാരികളായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ അവരെ തെറ്റിച്ചു കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ആദ്യത്തെ പോരാട്ടം എന്ന നിലയിലാണ് ശേഷിപ്പുള്ളവരോടുള്ള സാത്താൻ്റെ പോരാട്ടം ആരംഭിക്കുന്നത്. ഈ ശേഷിപ്പ് എന്ന് പറയുന്നത് ഒരു സവിശേഷമായ പദമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവൻ്റെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ, അത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളിലെ നാലാം കൽപ്പനയായ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന കൽപ്പന പ്രമാണിക്കുക എന്നുള്ളവരാണ് ശേഷിപ്പുള്ളവർ. ആ ശേഷിപ്പിൻ്റെ ആരാധകരാണ് ശബത്ത് ആരാധിക്കുന്നവരായ സബന്ധികൾ. അപ്പോൾ സ്വാഭാവികമായും ആ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അവിടെ പോരാട്ടം നടക്കുന്നത് ദൈവകൽപ്പന പൂർണ്ണമായും പ്രമാണിക്കുന്നവരോടാണ്. അപ്പോൾ ശബത്ത് കൽപ്പന ലംഘിപ്പിക്കുവാൻ പ്രതിയോഗിയായ പിശാച് വളരെ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ അതിൽ നാം വീണു പോയിട്ടുണ്ടോ? നാം അതിൻ്റെ പ്രസക്തി നമ്മിലേക്കും നമ്മുടെ അടുത്ത തലമുറയിലേക്കും എപ്രകാരമാണ് കൈമാറിയിട്ടുള്ളത്? ഇതിനെപ്പറ്റി വിശദമായി ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കും. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരവും നിയമവും എന്നുള്ളതാണ്. ദൈവത്തിന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമം 10 കൽപ്പനകളായി മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടും ഉണ്ട്. വിശുദ്ധ വേദ പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ഈ നിയമങ്ങളെപ്പറ്റി നമ്മോട് കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധന്മാർക്ക് നൽകിയ, അപ്പോസ്തലന്മാർക്ക് നൽകിയ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയ ദർശനത്തിലൂടെയൊക്കെ കൽപ്പനകളുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കൽപ്പന എവിടെ വെച്ചാണ്, ആരുടെ കയ്യിലാണ് ദൈവം കൊടുത്തത് എന്നുള്ളതൊക്കെ ചരിത്ര ഭാഗമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഭാവമായതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല.
പ്രധാനമായും 3 വാക്യങ്ങളെ ആധാരമാക്കിയാണ് നമുക്ക് ഈ ദിവസത്തെ പാഠം പഠിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 11:19, പുറപ്പാട് 31:18, വെളിപ്പാട് 12:17. ഇവിടെ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തെ നിയമപ്പെട്ടകത്തിൽ എന്തായിരുന്നുവെന്ന് ഈ വാക്യങ്ങൾ നമ്മളോട് പറയും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി എന്ന് യോഹന്നാന് ദർശനത്തിൽ കാണുന്നുണ്ട്. ആ നിയമപ്പെട്ടകം തുറന്നപ്പോഴുണ്ടായ അവസ്ഥയാണ്. ഇത്ര കലുഷിതമായ രീതിയിൽ നിയമപ്പെട്ടകം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അതിശക്തമായ എന്തോന്ന് ആ നിയമപ്പെട്ടകത്തിനകത്തുണ്ട്. ആ നിയമപ്പെട്ടകത്തിനകത്തുണ്ടായിരുന്ന സാധനം എന്താണ്? പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 31:18 വായിക്കുമ്പോൾ അവിടെ എഴുതിക്കുന്നു: അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവന്റെ പക്കൽ കൊടുത്തു എന്ന്. നമുക്കറിയാം, ദൈവം ഇസ്രായേൽ ജനതയോട് സംസാരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. ദൈവം സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണം, അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വെക്കേണ്ടുന്ന സ്ഥലത്തിൻ്റെ നിർമ്മാണം ഏൽപ്പിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഊരിയുടെ മകനായ ബസലേലിനെയും ദാൻ ഗോത്രത്തിൽ നിന്ന് അഹീസാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെയും ആണ്. അവരെ ദൈവം തിരഞ്ഞെടുത്ത് വേണ്ടുന്ന ജ്ഞാനം നൽകി അവർക്ക് വേണ്ടുന്ന കൗശലങ്ങൾ പകർന്നു കൊടുത്ത് ദൈവം ആ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെയും അതിന്മേത് കൃപാസനത്തിൻ്റെയും നിർമ്മാണമൊക്കെയും അതിൽ ഉപകരണങ്ങൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിൻ്റെ ജ്ഞാനവുമൊക്കെയും പകർന്നു കൊടുത്തിരുന്നു. എന്നിട്ട് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹോവ പിന്നെയും ഇസ്രായേലിനോട് കൽപ്പിച്ചത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ, നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. വളരെ വിശദമായി 12-ാമത്തെ വാക്യം മുതൽ ഏകദേശം 17-ാമത്തെ വാക്യം വരെ ഈ ശബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് യഹോവയായ ദൈവം അവിടെ മോശയോട് ഇസ്രായേൽ മക്കളോട് പറയാൻ വേണ്ടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥനായിരുന്നു, വിശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശബത്തുകളെ വിശുദ്ധമായി തന്നെ ആചരിക്കണം. ഇത് പറഞ്ഞ ശേഷമാണ് ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ വിശുദ്ധ കൽപ്പനകൾ, ചേർത്ത കൽപ്പലകകൾ, സാക്ഷ്യപലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയാം. മോശ സീനാ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ അവിടെ ജനമൊക്കെയും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച് വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ് കണ്ടത്. മോശ ആ ദേഷ്യത്തിൽ കൽപ്പലകളൊക്കെയും എറിഞ്ഞുടച്ചു. പക്ഷേ ദൈവം വീണ്ടും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി ആരുടെ കയ്യിൽ കൊടുത്തു? മോശയുടെ കയ്യിൽ കൊടുത്തത്. മോശ മുഖാന്തരം അത് ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തെ ന്യായപ്പെട്ടകത്തിൽ അല്ലെങ്കിൽ നിയമപ്പെട്ടകത്തിനുള്ളിൽ ആക്കുകയാണ് ചെയ്തത്. ആ നിയമപ്പെട്ടകത്തിനുള്ളിലായിരിക്കുന്നത് കൽപ്പനകൾ എഴുതിയ ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. ആ പെട്ടകത്തെ മൂടുന്ന സുവർണമുടിക്ക് കൃപാസനം എന്നാണ് പേര്. പാപത്തിൽ നിന്നും വിശുദ്ധ മന്ദിരത്തെ ശുദ്ധീകരിക്കാൻ രക്തം തളിക്കുന്നത് ഈ കൃപാസനത്തിന് മുകളിലാണ്. പാപപരിഹാര ദിവസം, ന്യായവിധി ദിവസം വരെ പാപം
ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ഈ പാപപരിഹാര ദിവസം ഇസ്രായേൽ ജനം ആചരിക്കണം എന്ന് ദൈവം പറയുന്ന ഒരു പ്രത്യേക വേദപുസ്തകത്തിൽ, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പാപപരിഹാര ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ആത്മതപനം ചെയ്യേണ്ടെന്നുള്ള ഒരു ദിവസമാണത്. നമ്മൾ ഇതിനെപ്പറ്റി വിശദമായി മുന്നൊരിക്കൽ ഉള്ള ഒരാഴ്ചയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആത്മതപനം ചെയ്യാത്തവൻ വിശുദ്ധ ശബത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആത്മതപനം ചെയ്യാത്തവനെ ഏവനെയും അവൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധ ശബത്തുകൾ എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ദിവസമല്ല, മറിച്ച് അതിന് വേണ്ടി കൂടിയുള്ള ദിവസമാണ്. പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള ദിവസം കൂടിയാണ്. കാരണം ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിൽ പാപപരിഹാര ദിവസം അവർ യാഗം അർപ്പിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അതിനും അപ്പുറം ഒരു യാഗം, ഒരു മനുഷ്യൻ്റെയും പാപത്തിനെ പരിഹരിക്കാൻ തക്കതായ യാഗം ഈ ഭൂമിയിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന വസ്തുത ഉള്ളതുകൊണ്ട് അതോടുകൂടി എല്ലാ വിധത്തിലുള്ള രക്തയാഗങ്ങളും രക്തപാനീയ യാഗങ്ങളും അതോടുകൂടി അവസാനിച്ചു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് നമ്മൾ ശബത്തുകളെ ആചരിക്കുമ്പോൾ, ശബത്തുകളെ അനുസരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പാപപരിഹാര ദിവസം കൂടിയാണ്. ആ പാപപരിഹാര ദിവസത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? നാം വിശുദ്ധാലയത്തിൽ നാം ആത്മതപനം ചെയ്യണം. നാം സ്വയം എന്ത് ചെയ്യണം? നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റുപറയണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ LNG വൈറ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അവൻ്റെ നിയമപ്പെട്ടകം വെളിപ്പെടുത്തുകയും വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തെ ആധാരമാക്കി LNG വൈറ്റ് പറയുന്നു. വൻവിവാദം എന്ന പുസ്തകത്തിൽ LNG വൈറ്റ് അതിൽ 434-ാമത്തെ പുറത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സീനായ് മലയിൽ ഇടിമുഴക്കങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്താൽ ഉച്ചരിക്കപ്പെട്ടതും ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതപ്പെട്ടതുമായ ദൈവകൽപ്പന ഭദ്രമായി പവിത്രതയോടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന ശിലാഫലകങ്ങളിൽ ആലേഖനം ചെയ്തതും പഞ്ചഗ്രന്ഥത്തിൽ മോശ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ പ്രമാണങ്ങൾ തെറ്റുപറ്റാത്ത പകർപ്പുമായിരുന്നു. ഈ സുപ്രധാന കാര്യം മനസ്സിലാക്കിയവർ ദൈവകൽപ്പനയുടെ സുസ്ഥിരവും വിശുദ്ധവുമായ സ്വഭാവം മനസ്സിലാക്കി അവർ കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കി എന്ന് LNG വൈറ്റ് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് LNG വൈറ്റ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ അവസാന ഭാഗങ്ങൾ പറഞ്ഞത് പഞ്ചഗ്രന്ഥങ്ങൾ മോശ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ പ്രമാണങ്ങൾ തെറ്റുപറ്റാത്ത പകർപ്പായിരുന്നു. ഈ സുപ്രധാന കാര്യം മനസ്സിലാക്കിയവർ ദൈവകൽപ്പനയുടെ സുസ്ഥിരവും വിശുദ്ധവുമായ സ്വഭാവം മനസ്സിലാക്കി. ആ വാക്കാണ് വളരെ പ്രധാനം. സുസ്ഥിരവും വിശുദ്ധവുമായ സ്വഭാവം മനസ്സിലാക്കി എന്ന് LNG വൈറ്റ് പറയുന്നത് ദൈവകൽപ്പന മാറിപ്പോയി എന്ന് വാദിക്കുന്നവരുടെ തെറ്റായ വാദങ്ങളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൽപ്പന സുസ്ഥിരമാണ്, അതൊരിക്കലും മാറിയിട്ടില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി കൽപ്പന മുഴുവൻ മാറിപ്പോയി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്ന ദൈവത്തിൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്ന, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. സകല ഭാഷയും സകല ഗോത്രവും സകല വംശവും സകല ജാതികളും ദൈവത്തിൻ്റെ ജനമാണ്. സകല ജാതികളോടും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മാറിപ്പോയി എന്ന് പറയുന്ന, അതിനെ തെറ്റായി പഠിപ്പിക്കുന്ന ആരാധനകളെ ഇത് LNG വൈറ്റ് ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഈ വേദപുസ്തകത്തിൽ ആദ്യകാല വിശ്വാസികൾ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചുള്ള വേദപുസ്തക പഠിപ്പിക്കലുകൾ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ നിയമവും നിയമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള ശബത്ത് കൽപ്പനയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർ അതിനെ അടുത്ത തലമുറകൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയും ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? നാം വിശ്വസിക്കുന്ന ഈ സത്യം, നാം അറിഞ്ഞിരിക്കുന്ന സത്യം നമ്മുടെ അനന്തര തലമുറകൾ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വരെ അത് അറിയിക്കുക, എത്രയും വേഗം അറിയിക്കുക. നാം അതിൻ്റെ സത്യം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിയമപെട്ടകത്തിനുള്ളിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ സുസ്ഥിരവും അതൊരിക്കലും മാഞ്ഞു പോയിട്ടില്ലാത്തതും ആകുന്നു. നമുക്ക് ഈ കൽപ്പനകൾ കാണാൻ കിട്ടുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇതാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 ലേഖന ഭാഗങ്ങൾ, ചരിത്ര വേദഭാഗങ്ങൾ. ഈ വേദഭാഗങ്ങളിലാണ് ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ശക്തമായ ഭാഗം എന്ന് പറയുന്നത് ഈ പഞ്ചഗ്രന്ഥങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള 10 കൽപ്പനകൾ മനുഷ്യന് വായിക്കാൻ വേണ്ടി, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസ സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി, സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന സത്യം എന്ന് പറയുന്നത് കൽപ്പനകളൊന്നും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മാറിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ ശബത്തുകളെ മാറ്റാൻ ശ്രമിക്കുന്നവർ അത് മനസ്സിലാക്കുക, അതൊക്കെ അവർ മനസ്സിലാക്കുന്ന ഒരു കാലവും വരും എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള സത്യത്തിനെ എന്ത് ചെയ്യുക, ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൽ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തു വന്ന അതേ കാര്യത്തിൻ്റെ അതേ ആശയത്തിൻ്റെ തുടർച്ചയാണ്. തലക്കെട്ട് തന്നെ അങ്ങനെയാണ്, ദൈവനിയമത്തിൻ്റെ മാറ്റമില്ലായ്മ. ദൈവത്തിൻ്റെ നിയമം ഒരിക്കലും മാറുന്നില്ല, അത് കോൺസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് വായിക്കാൻ വേണ്ടി, അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5:17-18, സങ്കീർത്തനങ്ങൾ 111:7-8, സഭാപ്രസംഗി 12:13-14, 1 യോഹന്നാൻ 5:3, സദൃശ്യവാക്യങ്ങൾ 28:9 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ച് ദൈവത്തിൻ്റെ നിയമവുമായുള്ള ക്രിസ്ത്യാനിയുടെ ബന്ധം എന്താണ് എന്ന് നാം ബോധ്യപ്പെടണം എന്നാണ് ലേഖകൻ നമ്മോട് ആവശ്യപ്പെടണം. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നോക്കൂ, വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കർത്താവ് യേശു ക്രിസ്തുവിൻ നേരിട്ട് തന്നെ പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതിലൂടെ നമുക്ക് തന്നെ. സങ്കീർത്തനങ്ങൾ 111:7-8 വാക്യങ്ങൾ പറയുന്നു, അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു, അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും. എന്താണ് പറയുന്നത്? അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് പറഞ്ഞത്, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ അത് വിശ്വസ്തയോടും നേരോടും കൂടെ നാം അനുഷ്ഠിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത സഭാപ്രസംഗി നമുക്ക് വളരെ പരിചയമായ വാക്യമാണ്. സഭാപ്രസംഗി 12:13-14 വാക്യങ്ങൾ. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവവും നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്ന് പറയുന്ന വേദഭാഗം. നോക്കൂ, ഈ ഭാഗങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ശക്തമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. അത് നമ്മുടെ പിതാക്കന്മാർ എപ്രകാരമാണ് അനുഭവിച്ചിരുന്നത്, അവർ എപ്രകാരമാണ് മനസ്സിലാക്കിയിരുന്നത് എന്നൊക്കെ നമുക്ക് അത് മനസ്സിലാക്കും. പക്ഷേ അത് അനുസരിക്കാത്ത ആളുകൾ ആരാണ്? പരിഹാസികളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പരിഹസിക്കുന്നവരും ഒരുപാട് പേരുണ്ട്, അപഹസിക്കുന്നവരുണ്ട്, വിശ്വാസികളെ പരിഹസിക്കുന്നവരുണ്ട്, വിശ്വാസികളെ ആക്രമിക്കുന്നവരുണ്ട്. വിശ്വാസികൾ പോരാട്ടം നടത്തുമ്പോൾ അവരെ ശാരീരികമായും മാനസികമായും അവരെ വെല്ലുവിളിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 29:8 വാക്യം നോക്കൂ. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ പരിഹാസികൾ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ ഒരിക്കലും പരിഹാസികളാവില്ല. അവർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു, ദൈവം എവിടെ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ മൂഢന്മാരെ നിർവചിക്കുന്നതിനാണ് കർത്താവ് യേശു ക്രിസ്തു അത്തരത്തിലൊരു പദം പ്രയോഗിച്ചിട്ടുള്ളത്. മൂഢൻ, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവരാണ് ദൈവത്തെ പരിഹസിക്കുന്നത്, കൽപ്പനകളെ പരിഹസിക്കുന്നത്, അത് പ്രമാണിക്കുന്നവരെ പരിഹസിക്കുന്നത്, അവരെ വെല്ലുവിളിക്കുന്നത്. അതല്ലെങ്കിൽ അന്യദേവന്മാരെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പിശാചിനെ ആരാധിക്കുകയും പിശാചിനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണ്? പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ഉണ്ടാകും. ജ്ഞാനികളോ ആ ക്രോധത്തെ ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക എന്നാണ്, നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കുക. ദൈവകൽപ്പനയും
അതേപോലെ തന്നെ നമുക്ക് പ്രമാണിക്കാൻ വേണ്ടി തന്നിട്ടുള്ള അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. കാരണം നമ്മുടെ എന്ത് സ്വഭാവമാണോ നമ്മൾ കാണിക്കുന്നത് അതുമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരും, ന്യായവിധി ദിവസം വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇവിടെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവനോടുള്ള സ്നേഹം പ്രകടമാക്കാൻ കഴിയുന്നത് മാറ്റമില്ലാത്ത അവൻ്റെ നിയമങ്ങളെ നാം അനുസരിക്കുന്നതിലൂടെയാണ്. നമ്മൾ എന്തെല്ലാം മാനുഷികമായ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ എന്തെല്ലാം ഭൗതികമായ നിയമങ്ങൾ, മനുഷ്യരുണ്ടാക്കിയ എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ട്. ഒരു റോഡിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇടതുവശം ചേർന്ന് ഓടിക്കണം എന്നോ, അല്ലെങ്കിൽ വാഹനം നമ്മൾ ഓടിച്ചു പോകുമ്പോൾ കാണിക്കേണ്ട ആംഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നോ, അല്ലേ, വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ചിഹ്നം എന്താണെന്നോ, നമ്മൾ വേഗത്തിൽ പോകുന്നു, ഏതെങ്കിലും വശത്തോട്ട് തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ കാണിക്കുന്ന ചിഹ്നം ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ആ നിയമങ്ങളെ കൃത്യമായി അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുക. കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആപത്ത് വരും നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിയമിച്ചിട്ടുള്ള ആ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് പോലീസിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കുക. പോലീസിന് നമുക്ക് പേടിയുണ്ട്, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും എന്നുള്ള പേടി നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണ്. മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളൊക്കെ മനുഷ്യൻ അനുസരിക്കുന്നതിന് യാതൊരു കുറവുമില്ല. എല്ലാവരും കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അതിനുള്ള ശിക്ഷ ലഭിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്, മാനിക്കുന്നത്. ഇപ്പോൾ റോഡ് മുഴുവൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. കാലം പുരോഗമിച്ചല്ലോ, CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്, AI ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഇതെല്ലാം അനുസരിച്ച് തന്നെയാണ് റോഡിൽ കൂടെ എന്ത് ചെയ്യുക, വേഗത പോലും, നമ്മുടെ വാഹനത്തിൻ്റെ വേഗത പോലും നിയന്ത്രിച്ചായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത്. അത് ഞാൻ പറയുന്നത്, മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ മനുഷ്യൻ കൃത്യമായി അനുസരിക്കുന്നുണ്ട്. ഭയമാണ്. എന്തുകൊണ്ട് ദൈവം ഉണ്ടാക്കിയ നിയമങ്ങൾ മനുഷ്യൻ അനുസരിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ദൈവം എഴുതി കൊടുത്തതായ, ദൈവം കൽപ്പിച്ചതായ നിയമം അനുസരിക്കാൻ മനുഷ്യൻ ഭയപ്പെടുന്നില്ല? അവൻ തോന്നിയതുപോലെ നടക്കുന്നുണ്ട്. ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഏറ്റവും ശക്തമായ ഭാഷയിൽ ദൈവം പറഞ്ഞ കൽപ്പനയാണ് 1-ാമത്തെ കൽപ്പന. മനുഷ്യൻ ആരാധികളായി, സ്വസ്നേഹികളായി, ദ്രവ്യാഗ്രഹികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിനൊക്കെയും ശിക്ഷ ലഭിക്കുന്ന ദിവസമാണ് ന്യായവിധി ദിവസം. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാന് ദൈവം കൊടുത്ത വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ആ ന്യായവിസ്താര സഭയിൽ ഇരുന്നു കൊണ്ട് ദൈവം ന്യായവിധി ദിവസത്തിൽ ആ നിയമപ്പെട്ടകം തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഭയങ്കരമായ ഇടിമുഴക്കവും ഭയങ്കരമായ മിന്നലും കൽമഴയും ഒക്കെ ഉണ്ടായി എന്ന് അവിടെ പറയുന്നത് ആ കൽപ്പനകളുടെ ശക്തി എന്താണ് എന്ന്, ന്യായവിധിയുടെ ശക്തി എന്താണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ലോകത്തിലെ സകല ജനങ്ങൾക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സൗന്ദര്യ വിശ്വാസികൾ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താക്കളുടെ പാത പിന്തുടരുന്നുവെന്ന് ജോൺ വെസ്ലി അദ്ദേഹത്തിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ജോൺ വെസ്ലി പ്രസംഗങ്ങൾ ആൻഡ് ആന്തോളജി എന്ന പുസ്തകത്തിൽ 208, 209 പേജിൽ അദ്ദേഹം പറയുന്ന ചില വാക്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആചാരപരമായ എല്ലാ നിരോധന കൽപ്പനകളും ശാസനകളും ദൈവാലയത്തിലെ പഴയ യാഗങ്ങളോടും സേവനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് വന്നത് ഇവയൊക്കെയും നശിപ്പിക്കാനും പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ്. എന്നാൽ 10 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്ന പ്രവാചകന്മാർ നടപ്പിലാക്കിയ ധാർമ്മിക നിയമം അവൻ എടുത്തു കളഞ്ഞിട്ടില്ല. കൽപ്പനയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റുക എന്നതായിരുന്നില്ല കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം. ഇതൊരിക്കലും ലംഘിക്കാൻ കഴിയാത്ത ഒരു നിയമമാണ്. സ്വർഗത്തിലെ വിശ്വസ്ത സാക്ഷിയായി ഉറച്ചു നിൽക്കുന്ന ഈ നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രാബല്യത്തിലുണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരാശിയിലും എല്ലാ പ്രായത്തിലും സമയത്തെയോ സ്ഥലത്തെയോ അല്ലെങ്കിൽ മാറാൻ ബാധ്യസ്ഥമായ ഏതെങ്കിലും സാഹചര്യങ്ങളെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവ തമ്മിലുള്ള മാറ്റത്തെയും ബന്ധത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് ജോൺ വെസ്ലി പറയുന്നുണ്ട്.
ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളത് ചിന്തിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള ഇസ്രായേൽ ജനങ്ങളുടെ ജീവിത അവസ്ഥയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജീവിത അവസ്ഥയാണ്. അവർ പാപപരിഹാരമായി എന്ത് ചെയ്തിരുന്നു? യാഗം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. കർത്താവ് അവിടെ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, യഹോവയായ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി കുഞ്ഞാടായി കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ യാഗമാക്കി. ആ യാഗത്തിൻ്റെ മറുവില, അല്ലെങ്കിൽ ആ യാഗത്തിൽ സമർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിന് യാതൊന്നുകൊണ്ടും പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു കൊണ്ടും ആ രക്തത്തിന് മറുവില നൽകാൻ മനുഷ്യന് കഴിയുകയില്ല. ദൈവം താൻ സൃഷ്ടിച്ച ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവായി ഭൂമിയിലേക്ക് എത്തുകയും മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ യാഗത്തിലൂടെ ആ കാലഘട്ടം വരെയുള്ള യാഗത്തിലൂടെ മനുഷ്യരുടെ ജീവിതത്തിനിടയിൽ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞു, ഞാനൊരിക്കലും എന്ത് ചെയ്തില്ല, മത്തായി സുവിശേഷം 5:17-18 വാക്യങ്ങൾ പറഞ്ഞു, ഞാനൊരിക്കലും കൽപ്പനയെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ മാറ്റുവാൻ വന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരൂപിക്കരുത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പിന്നെന്താ പറയുന്നത്? അതിനെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കർത്താവ് തന്നെയും ആ കൽപ്പനകളെ കൃത്യമായി അനുസരിച്ചിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 2 വാക്യങ്ങൾ വായിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ എന്താണ് പറയുന്നത്? അവിടെ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച്. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ വന്നു, യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ നടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000-1000 ദയപാലിക്കുന്നവൻ, അകൃത്യം അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇതാര് പറഞ്ഞതാണ്? മോശെ പറഞ്ഞതല്ല, മനുഷ്യരാരും പറഞ്ഞതല്ല. പിന്നെ ആരാണ്? യഹോവയായ ദൈവം നേരിട്ട് അവരോട് പറയുകയാണ്. എന്താണ്? അവൻ വിശ്വസ്തതയും മഹാദയും ദീർഘക്ഷമയും ഉള്ളവനായ, കൃപയും കരുണയും ഉള്ളവനായ ദൈവമാകുന്നു. അവൻ ആ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാകൊണ്ട് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി തൻ്റെ പ്രിയപുത്രനെ കാൽവരിയിൽ യാഗമായി നൽകി. ഇനി ശക്തമായ ഭാഷയിൽ ദൈവം വീണ്ടും പറയുന്നുണ്ട്, 1000-1000 ദയപാലിക്കുന്നവനാണവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണവൻ. പക്ഷേ ദൈവത്തിന് കോപമുണ്ടായാൽ കുറ്റമുള്ളവരെ വെറുതെ വിടാതെ അവരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം എന്ത് ചെയ്യും? ദൈവം അവരുടെ മേൽ സന്ദർശിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ, ആ ശക്തമായ ഭാഷ, അത് അതിലംഘിക്കാൻ മനുഷ്യർക്കാർക്കും കഴിയില്ല എന്ന് കണ്ടതോടെ മോശ തന്നെ നേരിട്ട് ദൈവത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച്, ദുശാഠ്യമുള്ള ഈ ജനത്തോട് അങ്ങ് തന്നെ സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യവും നമുക്ക് തുടർഭാഗങ്ങൾ കാണാൻ കഴിയും. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ എന്താണ് പറയുന്നത് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധം, ന്യായവും നല്ലതും തന്നെ. ഇങ്ങനെ ജീവനായി ലഭിച്ചെന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നോക്കൂ, നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതം
അത് കൽപ്പനയാൽ വിശുദ്ധമാക്കപ്പെട്ട ജീവിതമാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകളാൽ വിശുദ്ധമാക്കപ്പെട്ട ജീവിതമാണോ? അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? പൂർണ്ണമായും ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിനുള്ള സാക്ഷ്യവും കൈക്കൊള്ളുന്നവനാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം ലഭിക്കുന്നത് ശാപമല്ല, എന്ത് തന്നെയായിരിക്കും? അനുഗ്രഹം തന്നെയായിരിക്കും. ദൈവത്തിൻ്റെ കോപമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയായിരിക്കും. ഇത് യാക്കോബിന് ദൈവം കൊടുത്തതായ അനുഗ്രഹങ്ങളുടെ ആ ഓഹരി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് ശാപമല്ല നാം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ഇരുകൈയും നീട്ടി നേടുവാൻ വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. നോക്കൂ, ഭൗമിക വിശുദ്ധ മന്ദിരം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൻ്റെ പകർപ്പാണെങ്കിൽ ഭൗമിക വിശുദ്ധ മന്ദിരത്തിലെ പെട്ടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവകൽപ്പന സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൻ്റെ പെട്ടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവകൽപ്പനയുടെ തനി പകർപ്പായിരിക്കുമെന്ന് LLG വൈറ്റ് വൻ വിവാദം എന്ന പുസ്തകത്തിൽ 435 പേജിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വർഗീയ കൂടാരത്തിലെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തിരുവെഴുത്തുകൾ വ്യക്തമാക്കിയിട്ടും അതിനെ മനുഷ്യർ എതിർക്കുവാനുള്ള കാരണം മേൽ പറഞ്ഞതാണ്. എന്താണ്? അവിടെ ദൈവത്തിൻ്റെ കൽപ്പനയും ശബത്തിനെയും പ്രത്യേകിച്ച് ശബദാനുഷ്ഠാനത്തെ പറ്റി എടുത്തു പറയുന്ന ഭാഗം മനുഷ്യർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും? അംഗീകരിക്കേണ്ടി വരും. സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലിരിക്കുന്ന കൽപ്പനയുടെ ആ ഒരു ഒറിജിനാലിറ്റി, അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധം സകല മനുഷ്യർക്കും, സകല ലോകത്തോടും, സകല ക്രൈസ്തവ ഗോളത്തോടും പ്രസംഗിക്കപ്പെടുമ്പോൾ മറ്റ് ആരാധനകൾ നടത്തുന്ന ശബദിനെ ലംഘിച്ചുകൊണ്ട് മറ്റ് ആരാധനകൾ നടത്തുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ശബദിനെ അനുസരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അവരിതിനെ എതിർക്കുന്നത് എന്ന് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ ഒരു ദൈവനിയമത്തിൻ്റെ മാറ്റമില്ലായ്മ എന്നുള്ളത് നാം മനസ്സിലാക്കുക, നാം അംഗീകരിക്കുക, അതിൽ വിശ്വസിക്കുക. നാം ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കുക, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവം നല്ലതും തീയതുമായി അവൻ്റെ ന്യായവിസ്താര സഭയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പതറിപ്പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക, അതിൻ്റെ സ്ഥിരതയെ പറ്റിയുള്ള ബോധ്യത്തോടു കൂടെ തന്നെ അതിനെ അനുസരിക്കുക എന്നാണ് ലേഖകൻ ഈ ഭാഗത്ത് നമ്മോട് പറയുന്നത്. നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ പാഠം പറഞ്ഞ് അവസാനിപ്പിച്ചതിനാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ശബത്ത് കൽപ്പനയുടെ പ്രാധാന്യം, 4-ാം കൽപ്പനയുടെ പ്രാധാന്യം. ശബത്തും കൽപ്പനയും തമ്മിൽ അത്രത്തോളം ഉറച്ച ഒരു ബന്ധവം ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ പലപ്പോഴും ഈ ശാബത്ത് സ്കൂൾ പാഠം പഠിപ്പിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെയും ദൈവത്തിൻ്റെ ജനത്തോട് വിളിച്ചു പറയുവാൻ ദൈവം അഡ്വെന്റിസ്റ്റ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അല്ലേ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് കാണാപ്പാഠമാണ്. നമുക്ക് വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. an everlasting gospel, ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഈ വാക്യത്തെക്കുറിച്ച്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവുകളും ഉണ്ടാക്കിയാണ് നമസ്കരിപ്പിനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. 1-ാം ദൂതൻ്റെ ദൂത് ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുക: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. കാരണം എന്താണ്? അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഈ ന്യായവിധി നടക്കുന്ന സമയത്ത്, ന്യായവിധിയെക്കുറിച്ച് നമ്മൾ മുമ്പുള്ളൊരു ആഴ്ചയിൽ പഠിക്കുകയുണ്ടായി. ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു, വിശുദ്ധന്മാർക്കിടയിൽ ന്യായവിധി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നാം പഠിക്കുന്നുണ്ട്. ആ ന്യായവിധി നമ്മുടെ ഇടയിൽ എത്തിച്ചേരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവുണ്ടാകുമ്പോൾ, നമ്മിൽ എത്ര പേർക്ക് അവനോടൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിയും? നാം
ആ കൽപ്പനയുടെ വിശുദ്ധിയെ എങ്ങനെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഈ 7-ാം ദിവസം 1-ാം ദിവസത്തേക്ക് മാറിപ്പോയത് എങ്ങനെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാധനയെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. AD 321 വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു വർഷമാണ്. കാരണം AD 321 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹം ക്രിസ്തുവിനെ ആരാധിച്ചിരുന്നൊരു വ്യക്തിയാണ്. ക്രിസ്ത്യാനി സൂര്യാരാധകനായിരുന്നു. അവിടെ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാറി ക്രിസ്തു മതം സ്വീകരിച്ച് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ആ സൂര്യാരാധന നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു നിയമം പുറപ്പെടുവിച്ചതാണ്. സകല ജനങ്ങളും വിഗ്രഹാരാധികളായ സകല മനുഷ്യരും തൻ്റെ കൂട്ടത്തിലേക്ക് വന്നു ചേരാൻ വേണ്ടി അവൻ ഈ അനുഗ്രഹീതമായ സൂര്യ ആരാധനാ ദിവസം, സൺഡേ, ഞായറാഴ്ച ദിവസം പട്ടണ നിവാസികളും ന്യായാധിപന്മാരും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ജോലിക്കാരും എന്ത് ചെയ്യണം? വിശ്രമിക്കണം. എല്ലാ കടകളൊക്കെ അടച്ചിട്ട് വിശ്രമിക്കണം എന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അന്നത്തെ ക്രൈസ്തവ ഗോളം അതിനെ, രാജാവിനെ പേടിച്ച് അന്നത്തെ പോപ്പൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ അംഗീകാരത്തോടു കൂടിയാണ് AD 321 മുതൽ ഞായറാഴ്ച ആരാധന ആരംഭിച്ചത്. AD 338 കോൺസ്റ്റന്റൈൻ്റെ ബിഷപ്പായിരുന്ന എസൂബിയസ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ശബത്തിൽ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞായറാഴ്ചയിലേക്ക് മാറ്റി. അങ്ങനെ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശബത്തിനെ മനുഷ്യൻ ഞായറാഴ്ച ആരാധനയിലേക്ക് മാറ്റി. അല്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകളായി യാതൊന്നും തന്നെ വിശുദ്ധ ശബദാരാധന മാറ്റപ്പെട്ടിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത്, നാം ഇത്തരത്തിൽ ജനം വിശുദ്ധ ശബത്തിലെ ആരാധനയെ മാറ്റി മറ്റൊരു ദിവസത്തിൽ ആരാധിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നത് ആരെയാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അവർ നിഷേധിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയവനായ കർത്താവായ യേശുവിനെ ആണ്, ക്രിസ്തുവിനെയാണ്, യഹോവയാണ്, ത്രിയേക ദൈവത്തിനെയാണ് ഇത് ചെയ്യുന്നത്, നിഷേധിക്കുന്നത്. സത്യ ആരാധനയാണ്, ആ ആരാധനയുടെ വിശുദ്ധിയെയാണ് നിഷേധിക്കുന്നത്. ഇവിടെ സൃഷ്ടിപ്പിൻ ആഴ്ചയുടെ സമാപനത്തിൽ ദൈവം താൻ സൃഷ്ടിച്ച ലോകത്തിൻ്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും വിശ്രമിച്ചു എന്ന്, ആ വിശ്രമം നമുക്കൊരു മാതൃകയായി ദൈവം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം എന്നും നമ്മോട് പറയുകയുണ്ടായി. ദൈവം അനുഗ്രഹിച്ചതിനെ പറ്റിയാണ് നാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. നമുക്കിനി ഒരു ഭാഗം കൂടെ അതിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം, കൽപ്പനകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വേദഭാഗമാണ്. ഏറ്റവും വിശദമായി അവിടെ വിശുദ്ധ ശബത്തിനെ പറ്റി പറയുന്നുണ്ട്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം ആകാശവും ഭൂമിയും അവയുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ വിശുദ്ധിയെ ദൈവസ്നേഹത്തിൻ്റെ ഒരു കരുതലായി വേണം നാം മനസ്സിലാക്കാൻ. ആ സ്നേഹം, നമ്മൾ ശബത്തിനെ നിഷേധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെയാണ് നിഷേധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനും നമ്മെ ചേർത്ത് കൊള്ളുന്നവനായി
വീണ്ടും വരുന്നവനുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ കരങ്ങളിൽ കൃപയാൽ ലഭിക്കുന്ന വിശ്രമമാണ് വിശുദ്ധ ശബത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. ഒരു യഥാർത്ഥ വിശ്രമ ദിവസമാണ്. നമ്മളത് എത്രത്തോളം പരിശുദ്ധമായാണ് വിശുദ്ധ ദിവസത്തിനെ ആചരിക്കുകയും ആരാധിക്കുകയും ആ ദിവസത്തിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതെന്ന് അവനവനോട് തന്നെ ചോദിക്കുക, അതിനുള്ള ഉത്തരം കണ്ടെത്തുക. കാരണം ഈ ചോദ്യം ലോകത്തോട് ചോദിക്കുന്നത് പോലെ തന്നെ അഡ്വന്റിസ്റ്റ് സമൂഹത്തോടും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ അവസാനം വരുന്നത്, 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത് എന്താണ്? ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഭയമാണ്, അല്ലെങ്കിൽ ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള വിളിച്ചു പറയലാണ്. എന്താണ് പറയുന്നത്? 7-ാം വാക്യം, ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ദൈവം സകലതും നല്ലതും തീയതുമായതൊക്കെയും ചേർത്തുകൊണ്ട് നമ്മെ ന്യായവിസ്താര സഭയിലേക്ക് കൊണ്ടുവരും. അന്നാളിൽ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇതൊരു അസാധാരണമായ കൽപ്പനയല്ല, അസാധാരണമായ കൽപ്പനയല്ല. വേദപുസ്തകത്തിൽ 1 മുതൽ 10 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കൽപ്പനകൾക്കും തുല്യ പ്രാധാന്യമാണ്. പക്ഷേ ആദ്യത്തെ 5 കൽപ്പനകൾ നമ്മൾ കാണുമ്പോൾ ആ 5 കൽപ്പനകളിലും ദൈവം വളരെ വിശദമായി അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ആയിട്ട് ദൈവം അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഓരോ കൽപ്പനയും എടുത്ത് പറയുന്നുണ്ട്, അല്ലേ? എല്ലാത്തിനെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ദൈവം 4-ാമത്തെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നവനായ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഈ കൽപ്പനകൾ നമ്മോട് പറയുന്നത്. ഒരു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കരുത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ എന്ന് പറയുന്നത്. ആ മഹത്വം കൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതിൽ ശബദ് കൽപ്പനയുടെ പ്രാധാന്യം മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി, മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി മാറ്റിയതായ ആ ആരാധനാ ദിവസത്തെ നാം തിരികെ ദൈവത്തിൻ്റെ വിശുദ്ധ ശബദുകളായി എണ്ണുകയും നാം 7-ാം ദിവസത്തെ ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന ആ സുപ്രധാനമായ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുകയും വേണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പാഠഭാഗം. നാം ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ശബത്ത് നമുക്കൊരടയാളം ആകുന്നത് എങ്ങനെയാണ് എന്നാണ്. നാം ഓരോരുത്തരും സത്യവിശ്വാസികൾ എന്ന നിലയിൽ ശബത്ത് നമുക്കൊരു അടയാളം ആകുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ മൃഗത്തിൻ്റെ അടയാളം എങ്ങനെയാണ് ലോകത്തോട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്ന് അറിഞ്ഞ് ക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് ക്രോധത്തോടെ തൻ്റെ അരികിൽ വന്നിരിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ മനപ്പാഠവാക്യമാണ് 12-ന്റെ 17-ാമത്തെ വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് അവൾ എന്താണ് ചെയ്തത്? വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവദൂഷണത്തിനായി അവർ വായ് തുറന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷയിന്മേലും ജാതിയിന്മേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും എന്ന് പറഞ്ഞു. നോക്കൂ, ആ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ
8-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പനയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് സത്യാരാധികളായി. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ തുടർന്ന് 3 ദൂതന്മാരുടെ ദൂതനെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറയുന്ന ആ സഹിഷ്ണുത കൂട്ടായ്മ ആചരിക്കുന്ന, മൃഗത്തിൻ്റെ മുദ്ര ഏറ്റിട്ടില്ലാത്തവരായ, കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആരും അവനെന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. അങ്ങനെ കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേർ വരാത്തതായ സകലരും ആരെ നമസ്കരിച്ചു? മഹാസർപ്പത്തെ നമസ്കരിച്ചു, പിശാചിനെ നമസ്കരിച്ചു. അവനെ ആരാധിപ്പാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ കുറേ വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകം 13-ന്റെ 4, 8, 12, 15, 15-ന്റെ 4, 16-ന്റെ 2, 19-ന്റെ 20, 20-ന്റെ 4, 22-ന്റെ 9. ഈ വാക്യങ്ങളെല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ നമ്മോട് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം പറഞ്ഞു, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് മൃഗത്തെ നമസ്കരിച്ചു. ചില ആളുകളുണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അവയെ ആരാധിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയെ മറന്നു കളയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ, പ്രവാചകന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഒക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആരാധിക്കുന്നവരുണ്ട്. ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് ധൂപം കാട്ടുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. വിഗ്രഹാരാധന ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ലംഘിക്കുന്നവരായവർ അവരെ ഭയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ ദൈവം ആ മൃഗത്തിന് ശക്തി കൊടുത്തു എന്ന് കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യുവാൻ? ആരാധിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ചാണ്. കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകലരും അതിനെ നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 12-ാമത്തെ വാക്യം പറയുന്നു, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിന് കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 2-ാമത്തെ വാക്യം കഴിഞ്ഞു, 1-ാമത്തേവൻ പോയി തൻ്റെ കലശം ഭൂമിയിലൊഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവരായ ആളുകൾക്കുണ്ടാകുന്ന ശാപത്തെയും കുറിച്ച് അവിടെ വളരെ വ്യക്തമായ ഭാഷയിൽ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളിൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിയിട്ട് ശേഷിച്ചവരെ കുതിര പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും അതിൻ്റെ നിയമങ്ങളെയും അനുസരിക്കുന്നവർക്ക് ഉള്ള ശിക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ജനത്തെ തെറ്റിച്ച് കളഞ്ഞവർക്കുള്ള കള്ളപ്രവാചകന്മാർക്കുള്ള ശിക്ഷയും ഇവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തൻ്റെ തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേരും അതിൻ്റെ മുദ്ര കൊള്ളാതിരുന്നവരും ആയവർ ആത്മാക്കളെ ഞാൻ കണ്ടു എന്ന് അവിടെ യോഹന്നാൻ തൻ്റെ വെളിപാടിൽ പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നോട് അതരുത്, ഞാൻ നിന്റെയും
നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്തെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഏകദേശം ഒരു 10-12 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 12 വാക്യങ്ങളിലുമായി ഒരു ഭാഗം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ പേർ കൈക്കൊള്ളുകയും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുമായ ആരും തന്നെ പിശാചിനെ നമസ്കരിച്ചില്ല, മഹാസർപ്പത്തെ നമസ്കരിച്ചില്ല, അവർക്കുള്ള അനുഗ്രഹം ദൈവം എന്താണ് കൊടുക്കുന്നത്, 1000 തലമുറയോളം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തേത്, പിശാചിനെ അനുസരിക്കുകയും മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്തവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഒരു കൂട്ടരെ കൂടി പറഞ്ഞിട്ടുണ്ട്. ആരാണ് മൂന്നാമത് പറഞ്ഞത്? എന്ന് പറയുന്നത് ഇതിനെ അനുസരിപ്പിക്കാൻ വേണ്ടി നടന്ന ആളുകളുണ്ടല്ലോ, മൃഗത്തിൻ്റെ മുദ്രയെപ്പറ്റി അനുസരിപ്പിക്കാൻ വേണ്ടി നടന്ന ആളുകൾ, കള്ളപ്രവാചകന്മാർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അവർ കത്തുന്ന തീപ്പൊയ്കയിലേക്ക്, ഗന്ധകത്തിലേക്ക് അവരെ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. നാലാമത് പിശാചിന് കിട്ടുന്ന ശിക്ഷ, മഹാസർപ്പത്തിന് കിട്ടുന്ന ശിക്ഷ, ലൂസിഫറിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ നമസ്കരിപ്പിൻ, യഹോവയെ നമസ്കരിപ്പിൻ, അവനെയല്ലാതെ മറ്റാരെയും നമസ്കരിക്കാൻ ഇവിടെ നമ്മോട് പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നിരിക്കയാൽ കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് ആരും നമസ്കരിക്കും? ദൈവത്തെ ആരാധിക്കുന്നവർ നമസ്കരിക്കും. ആർ നിന്നെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും എന്നാണ് അവിടെ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള ദൈവത്തെ ആരാധിക്കാതെ, യഹോവയെ മനസ്സിലാക്കാതെ, കൽപ്പനയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുന്നു, മനുഷ്യൻ മനുഷ്യൻ്റെ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്നു, മനുഷ്യൻ മറ്റിതര രൂപങ്ങളിൽ മൃഗങ്ങളുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്നു, അല്ലേ? മൃഗങ്ങളെ ജീവനോടെ പിടിച്ചു വെച്ച് അതിനെ ആരാധിക്കുന്നു. എന്തെല്ലാം മ്ലേച്ഛതകളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുണ്ടാകുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നിറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നാം നമ്മുടെ ദൂത് പ്രഘോഷിക്കുമ്പോഴും അത് അത്യുച്ചത്തിൽ തന്നെ ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളമായി അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ ശബദുകളെ നാം അതേ ഭക്തിയോടുകൂടെ ആരാധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരിച്ചറിയുന്നു എന്ന്, ഈ വേദഭാഗങ്ങളിലൂടെ തിരിച്ചറിയുന്നു എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ വ്യാജ ശബദ്, ഞായറാഴ്ച ആരാധന, ഇവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ളത് 11-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കും. അന്നേരം അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശേഷിപ്പുള്ള, ആദ്യം നമ്മൾ പറഞ്ഞ ശേഷിപ്പുള്ളവർ എന്ന് പറയുമ്പോൾ ആ ശേഷിപ്പിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ ശബദാണ്, 7-ാം ദിന ശബദാണ്. ആ അടയാളമായിരിക്കണം നമ്മുടെ മുദ്ര. അതിനെ സ്വീകരിച്ചവർക്ക് പരീക്ഷണങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. പക്ഷേ അതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ നാം തയ്യാറെടുക്കണം എന്നതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. നമ്മൾ ഇത്ര നേരം പഠിച്ച ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അതിൽ ശബദകൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംഗ്രഹിക്കുന്നത് എല്ലാ പാഠഭാഗത്തും പറഞ്ഞ ഒരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 3 മാലാഖമാരുടെ ദൂത് നമുക്ക് കാണാൻ കഴിയും. അഡ്വെന്റിസ്റ്റ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ത്രിവിധ ദൂത് അത്ര അപരിചിതമായ ഒന്നല്ല, നമുക്ക് വളരെ സുപരിചിതമായ ഒന്നാണ്. എന്നാൽ ലോകത്തോട് നമ്മൾ ത്രിവിധ ദൂതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സെലക്ഷനും ദൈവത്തിൻ്റെ റിജക്ഷനും, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ നിരസിക്കലിനെ കുറിച്ച് നമ്മൾ പറയണം.
അതിൻ്റെ ആദ്യ ഭാഗം നമുക്കറിയാം. ഒന്നാം ദൂതൻ്റെ ദൂത് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതുവരെയുള്ള ഭാഗം നമ്മൾ വളരെ വ്യക്തമായി ഇന്നത്തെ ദിവസം തന്നെ പഠിച്ച് മനസ്സിലാക്കിയതാണ്. തുടർന്ന് രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ബാബിലോണിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയെ മാറ്റിമറിച്ച അല്ലെങ്കിൽ തകിടം മറിച്ച, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ തകിടം മറിക്കാൻ ശ്രമിച്ച ഒരു തരം മതവ്യവസ്ഥയുടെ ചിന്താഗതിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്, ആശയത്തെ കൊണ്ടുവരികയാണ്. ആ ആശയം എന്ന് പറയുന്നത് ദൈവം വിശുദ്ധം എന്ന് പറഞ്ഞ് കൽപ്പിച്ചതായ ദൈവത്തിൻ്റെ ശബദാരാധനയെ മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞായറാഴ്ചയിലേക്ക് മാറ്റിയ ഒരു മതവ്യവസ്ഥയുടെ ചുറ്റുപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം. ദുർനടപ്പിൻ്റെ ക്രോധമദ്യം എന്ന് പറയുമ്പോൾ ബാബിലോണിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മാത്രമല്ല, ചരിത്രപരമായി ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, അവിടെ ദുർനടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവത്തിൻ്റെ ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ്, രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ്, മൂന്നാം കൽപ്പനയുടെ ലംഘനമാണ്, നാലാം കൽപ്പനയുടെ ലംഘനമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മൊത്തത്തിൽ 10 കൽപ്പനകളുടെയും ലംഘനം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ദുർനടപ്പ് എന്ന് പറയുന്നത്. ആ ദുർനടപ്പ് കൊണ്ട് ദൈവത്തിനുണ്ടായത് എന്താണ്? ക്രോധമാണ്. ആ ദുർനടപ്പ് ശീലിക്കാത്തവർക്കെതിരെ പിശാചിനും കോപമാണ്. അപ്പോൾ ആ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതിയെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ, ദൈവത്തിൻ്റെ ജനത്തിനെതിരായി പോരാട്ടം നടത്താൻ വേണ്ടി നിവർന്നു നിന്ന മഹാസർപ്പം വീണുപോയി. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിന് ചില അടയാളങ്ങളും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം പറയുന്നത്, ദൈവകൽപ്പനയും യേശുവുമുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്നാണ്. നമ്മൾ ഈ വാക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് 3-ാമത്തെ ദൂതൻ്റെ ദൂതിനെക്കുറിച്ച് കൂടെ നാം വായിക്കണം. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ റിജക്ഷൻ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നിരാസം. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തവർക്ക്, തെറ്റായ ആരാധിക്കുന്നവർക്ക്, ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞതിനെ ആരാധിക്കാത്തവർക്ക്, അതിനെ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിനെ മാറ്റുന്നവർക്ക്, സൗകര്യപൂർവ്വം അതിനെ മാറ്റിക്കളയുന്നവർക്ക് ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ കോപത്തിന് ഇരയാവേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും ന്യായവിധി ദിവസത്തിൽ. ഇനി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യമാണ്. എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ
ആവശ്യം. ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ആവശ്യം എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്ത് നാം ശ്രദ്ധിച്ച് കേൾക്കണം. വേദപുസ്തകത്തിലെ വാക്കുകൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ അത് അവിടെ പ്രധാനമാണ്. എന്താണ് പ്രധാനമായിരിക്കുന്നത്? അവിടെ ആവശ്യമുള്ള ഒന്നാണ്. എവിടെ ആവശ്യമുള്ളതാണ്? ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം ഏൽക്കാതിരിക്കേണ്ടതിന് അവിടെ അത് ആവശ്യമാണ്. അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കോപം ഏൽക്കാതിരിക്കേണ്ടതിന് ഒരു പരിച പോലെ അവിടെ ആവശ്യമാണ്. എന്താണ് ആ പരിച? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുക. കാത്തുകൊള്ളുക മാത്രമല്ല, അതിനെ ആചരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, സഹിഷ്ണുത, ക്ഷമയോടുകൂടെ അതിനെ എന്ത് ചെയ്യുക? ആചരിക്കുക. അതാണ് വേണ്ടത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ പാളിപ്പോകുന്നത്. വൻ വിവാദത്തിൽ യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വ്രതന്മാർ പോലും പാളിപ്പോകുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പക്ഷത്താണ്. ഇതാണ് വൻവിവാദം എന്ന് പറയുന്നത്. ഈ സമയത്തുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് കൃത്യമായതാണോ? രക്ഷകന്റെ പ്രതിബദ്ധതയുള്ള ഈ അനുയായികൾക്ക് യേശുവിൽ വിശ്വാസം മാത്രമല്ല, യേശുവിൻ്റെ വിശ്വാസവും ഉണ്ടായിരിക്കും. യേശുവിലുള്ള വിശ്വാസം അവരെ ആഴമേറിയ വിശ്വാസം ആക്കി മാറ്റും. അത് വിശ്വസ്തത ആയിരിക്കും, സമർപ്പണം ആയിരിക്കും, അല്ലേ? വിശ്വസ്തതയായിരിക്കും, സമർപ്പണമായിരിക്കും. തന്മൂലം സമസ്ത പാതാള ദുഷ്ടശക്തികളും ഈ ഭൂമുഖത്തുള്ള എല്ലാ ഉപദ്രവങ്ങളും ഒന്നിച്ചു വന്നാലും അവരുടെ വിശ്വാസത്തെ കുലുക്കുവാനോ തകിടം മറിക്കുവാനോ സാധിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം യെശയ്യാവിൻ്റെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടിയ ആരാധന. മറ്റൊരു ഭാഗത്ത് പൂർണ്ണ ഭക്തിയോടും കൂടിയ ആരാധന എന്ന് പറയുന്നുണ്ട്. ഭക്തി കപടഭക്തിയാകാൻ പാടില്ല. മനുഷ്യനെ കാണിക്കാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധിച്ചിട്ട് കാര്യമില്ല. അത് കർത്താവ് യേശുക്രിസ്തു തന്നെ പുതിയ നിയമപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് ദൈവം സകലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ദൈവം സകലതും നല്ലതും തീയതുമായി ന്യായവിസ്താര സഭയിലേക്ക് വരുത്തുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. വൻ വിവാദം 3 വാക്യങ്ങളിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. രണ്ടാമത്തേത്, ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും, വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധങ്ങൾ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടിവിടെ ആവശ്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസമാധാനത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി നാം ചിന്തിക്കുക. ആരുടെയും വിശ്വാസത്തിനെ പരസ്പരം ചോദ്യം ചെയ്യുവാനോ അതിനെ വിമർശിക്കുവാനോ ഒന്നും, നിൻ്റെ വിശ്വാസം അങ്ങനെയല്ലേടാ, നിൻ്റെ വിശ്വാസം ഇങ്ങനെയല്ലേടാ, നീ അവിടെ പോകുന്നില്ലേടാ, നീ ഇവിടെ വരുന്നില്ലേടാ, നീ അങ്ങനെ നടക്കുന്നില്ലടാ, നീ ഇങ്ങനെ നടക്കുന്നില്ലടാ, നിൻ്റെ ചിന്ത അങ്ങനെയല്ലേടാ, നീ പ്രവർത്തിക്കുന്ന അങ്ങനെയല്ലേടാ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും വിശ്വാസത്തിനെ ചോദ്യം ചെയ്യാനോ വിമർശിക്കുവാനുള്ള കാലമല്ല ഇത്. അതിനുള്ള സമയമല്ല. പിന്നെ എന്തിനുള്ള സമയമാണ്? സ്വയം വിമർശനപരമായി ആത്മവിമർശനം നടത്തുക. നമ്മളെ തന്നെ വിമർശിക്കുക, അല്ല മറ്റാരെയും വിമർശിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം വിശുദ്ധ വേദപുസ്തകം വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ 22-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്, എന്താണ്? ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്നാണ്. ആരെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ നടക്കുന്നുണ്ട് എങ്കിൽ, കണ്ടിട്ട് കാണാത്തവരെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ, അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നോക്കൂ. ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവൻ എന്നോട്, അതരുത്, നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്, ഞാൻ നിന്റെ
നിന്റെ സഹോദരനായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്തെ ദൈവത്തെ നമസ്കരിക്കുക. യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൽ അദ്ദേഹം പറയുകയാണ്. 22:12 വാക്യമാണ് ഞാൻ പറഞ്ഞത്. 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് നാം എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്. അതനുസരിക്കുമ്പോഴാണ് തീർച്ചയായും നാം ദൈവത്തിൻ്റെ പക്ഷത്ത്, വന്യവിവാദത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ ആകുന്നു. അല്ലെങ്കിൽ നമ്മളും വീണു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിപ്പോകും. അത് ഏതാണെന്ന് ഓരോരുത്തരും അവനവന് വേണ്ടി എന്ത് ചെയ്യുക? ചിന്തിക്കുക എന്നാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്, സംഗ്രഹത്തിലേക്ക് വരികയാണ്. കൂടുതൽ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്ന ലേഖനം, ഈ പാഠഭാഗത്തിൻ്റെ ലേഖനത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ബൈബിൾ സാക്ഷ്യത്തിൻ്റെ അഭാവത്തിൽ പലരും തളരാത്ത സ്ഥിരോത്സാഹത്തോടെ ക്രിസ്തുവിനും അവൻ്റെ അപ്പോസ്തലന്മാർക്കും എതിരെ അതേ ന്യായവാദം പ്രയോഗിച്ചത് എങ്ങനെയെന്ന് മറക്കാൻ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ മഹാന്മാർ ഈ ശബ്ദത്തെ ചോദ്യം മനസ്സിലാക്കാത്തത്? എന്നാൽ നിങ്ങളെപ്പോലെ ചുരുക്കം ചിലർ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആ മഹാന്മാർക്ക് തെറ്റുപറ്റുകയും നിങ്ങൾ കുറച്ച് പേർ മാത്രം ശരിയായിരിക്കുകയും ചെയ്യുക സാധ്യമല്ല. ഇവിടെ LNG വൈറ്റിൻ്റെ വൻവിവാദം എന്ന പുസ്തകത്തിൽ 455, 449 പേജുകളിൽ നിന്ന് എങ്ങനെയാണ് റോമൻ കത്തോലിക്ക സഭയുടെ അധികാരത്തോടുകൂടി ആ കൽപ്പന നിലവിൽ വന്നത്, അതിൻ്റെ ഒരു ദോഷഭാഗം എങ്ങനെയാണെന്ന് LNG വൈറ്റ് പറയുന്നുണ്ട്. നാം ആ ചരിത്ര ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിലെ ജീവിത രീതികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭയുടെ രീതികൾ, സഭയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ 22:11 വാക്യം പറയുന്നത്, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുത്. ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുത്. കാരണം അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുന്നത്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് അവൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ അല്ല നോക്കേണ്ടത് എന്നും അവൻ പറയുന്നുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ, ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നെഴുതിയിരിക്കുന്നു. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്തു തന്നെ എന്നും പറയുന്നുണ്ട്. നോക്കൂ, ദൈവം സഭകൾക്ക് വേണ്ടി സാക്ഷീകരിക്കപ്പെട്ട യോഹന്നാന് നൽകിയ വലിയൊരു ദർശനത്തിൻ്റെ അന്ത്യകാല ദർശനത്തിൻ്റെ ദൂതാണ് നമുക്ക് പഠിക്കുവാൻ ഈ ആഴ്ചയിൽ കിട്ടിയത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അതാണ് കാലം. അവരവരുടെ ജീവിതത്തിനെ വിശുദ്ധീകരിക്കുക. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരരുത്. അവനവന് വേണ്ടി മനസ്സിലാക്കുക, അവനവന് വേണ്ടി. അത് സ്വാർത്ഥതയാണ് എന്നല്ല പറയുന്നത്. സ്വാർത്ഥമായി ചിന്തിക്കുകയും ആരെയും എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഞാനിനി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ, ആരാധനയിൽ, വിശ്വാസത്തിൽ, ഭക്തിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട പരമമായ ഒരു സത്യമാണ് കർത്താവായ യേശു ക്രിസ്തു വെളിപാട് പുസ്തകത്തിലൂടെ നമുക്ക്, ഈ ദർശനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നാം സ്വയം ചോദ്യം ഉന്നയിക്കണം, ഇത് നമുക്ക് സ്വീകാര്യമാണോ? ആ ചോദ്യത്തിന് ഉത്തരം ആണ് നമ്മുടെ സ്വർഗീയ ഗോപുരങ്ങളിൽ കൂടി കടക്കേണ്ടുന്നതിനുള്ള, ആ ഗോപുരത്തിൽ കടക്കേണ്ടുന്നതിനുള്ള താക്കോൽ എന്ന് പറയുന്നത്.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടിയ ആനന്ദത്തോടു കൂടി കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെ മുമ്പാകെ അവനെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലായിരിക്കാൻ, പാട്ടുപാടിക്കൊണ്ട് അവൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. സ്വയം ചോദിക്കുക, ആത്മവിമർശനം നടത്തുക, ആത്മതപനം നടത്തുക. നമ്മുടെ കുറ്റങ്ങൾ നാം ദൈവത്തോട്, പാപങ്ങൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറ. അവിടെ ഒരു മധ്യസ്ഥതയുമില്ല, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുമില്ല. ദൈവത്തിനും സ്വർഗീയ യഹോവയ്ക്കും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വേറൊരു മധ്യസ്ഥനുമില്ല. ഒരു വിശുദ്ധന്മാരും മധ്യസ്ഥത വഹിക്കുന്നില്ല. നാം ദൈവത്തോട് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് രഹസ്യത്തിൽ ദൈവത്തോട് സംസാരിക്കുക, സംവദിക്കുക, പ്രാർത്ഥിക്കുക. അവന് നമ്മളോട് പറയാൻ ചിലതുണ്ട്, അത് കേൾക്കുക. നമ്മൾ പറയുന്നത് അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടെ, യാചനകളോടുകൂടി, സംഗീതത്തോടും വീണകളോടും കൈത്താളങ്ങളോടും പാട്ടുകളോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരാധനയോടുകൂടി ദൈവത്തിൻ്റെ ആലയത്തിൽ വരിക. ആരാധനയ്ക്കായി ദൈവത്തിൻ്റെ ആലയത്തിൽ വരിക. കാരണം ഇത് സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. ആരാധനയ്ക്കായി വിശുദ്ധ ആലയത്തിൽ വരിക, പ്രാർത്ഥനയ്ക്കായി വരിക, ആത്മതപനത്തിനായി ആലയത്തിലേക്ക് വരിക. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന് പറയുക, വരിക എന്ന് കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവം ഈ പരിശുദ്ധ വചനഭാഗങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം, ഒരുപക്ഷെ വേദപുസ്തകത്തിൽ അന്ത്യകാല ദൂതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ലോകത്തോട് സംസാരിക്കാൻ ദൈവം ഈ അടിയനെയും തിരഞ്ഞെടുത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഞാൻ ഈ പാഠം പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഇത് ലോകത്തോട് പറയുവാൻ ഞാൻ യോഗ്യനാണോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. തീർച്ചയായും ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചന പഠനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും കാത്തുസൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ വലിയ ദൈവമേ, യഹോവേ, അങ്ങയുടെ വിശുദ്ധ വചനങ്ങൾ അടിയങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങാണ് അടിയങ്ങളുടെ നാഥൻ. അങ്ങേ അല്ലാതെ അടിയങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ മഹത്വം കൊടുപ്പിൻ, അവർ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന അതിശക്തമായ സന്ദേശം അടിയങ്ങളുടെ ഹൃദയഫലങ്ങൾ എഴുതി സൂക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ആരാധനയോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി നിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ സേവിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ യഹോവേ അടിയങ്ങൾക്ക് കരുത്ത് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശദേശാന്തരങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനത്തെ കേൾക്കുന്നതായ അങ്ങയുടെ പ്രിയ മക്കളെല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു നാഥ. ആർക്കും വീഴ്ച ഭവിക്കാതെ എല്ലാവരെയും അങ്ങ് കാത്തുസൂക്ഷിക്കുമാറാകണമേ, അടിയനെയും കാത്തുസൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവേ, തെറ്റുകുറ്റങ്ങൾ, മാനുഷികമായ തെറ്റുകുറ്റങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനൊക്കെയും ക്ഷമിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപുത്രൻ കാൽവരിച്ചൊരിഞ്ഞ് ജീവരക്തത്താൽ അടിയങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ ഹോവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമാറാകണമേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഈ വചനം ലോകത്തോട് സംസാരിക്കുവാൻ നീ അടിയനെയും തിരഞ്ഞെടുത്തതിനാൽ അങ്ങയുടെ സ്തോത്രം. താവേ, അതിൻ്റെ അനുഗ്രഹം അടിയന് ലഭിക്കുവാൻ അങ്ങയുടെ വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങ് അത്ഭുതകരമായി വഴി നടത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൻ ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഭിനയത്തിന് കരങ്ങൾ നൽകുന്നു, അനുഗ്രഹിക്കുമാറാകണമെന്ന് നാഥ. പിതാവേ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ ദാസന്മാരെയും സഭയെയും സഭയുടെ നേതൃത്വത്തെയും ഏതൻ ടി വിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും പേരുപേരായി, ആളാളായി, തരം തരമായി തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ, അടിയങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ ചിറകിൻ മറവിലായിരിക്കാൻ പിതാവേ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നീ അടിയങ്ങളെ കരുതുമാറാകണമേ. പിതാവേ, അന്ത്യത്തോളം കർത്താവിൻ്റെ വീണ്ടും വരവോളം അടിയങ്ങളെ കാത്തുസൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതേമേ. അടിയങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങയുടെ വരുത്തരുതേ. നീ അടിയങ്ങൾക്ക് മുന്നമേ നടന്ന് അടിയങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായിരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രനാഥ. നല്ല വചനത്തിനായിരിക്കും കൂടി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് അടിയങ്ങൾക്കായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. പ്രിയ പിതാവേ, ആമേൻ.